മമ്മൂട്ടിയുടെ CBI സീരീസ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ നടത്തവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ വലിയ ട്രെൻഡായി. ഒരുപാട് കാലത്തുള്ള ഒരു കോട്ടവും തട്ടാതെ എല്ലാ തലമുറയും ഏറ്റെടുത്ത സീരീസാണ് CBI ഡയറിക്കുറിപ്പ് സീരീസ്. ഈ CBI ഡയറിക്കുറിപ്പിൻ്റെ സീരീസിൻ്റെ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെ ആയിട്ട് വന്നത് സർഗചിത്ര അപ്പച്ചനായിരുന്നു. മമ്മൂട്ടിയും സർഗചിത്ര അപ്പച്ചനും തമ്മിൽ നല്ലൊരു സഹോദര ബന്ധം അതോടെ വളരുകയും ചെയ്തു. ചെന്നൈയിൽ നിന്നും മുഹമ്മദ് റഹീസിൻ്റെ റിപ്പോർട്ട്. സാർ, മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. CBI ആ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ അത്രമാത്രം മമ്മൂക്കയുടെ കരിയറിൽ പ്രാധാന്യമുള്ള, നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സീരീസ് കൂടിയാണ്. എന്താണ് പ്രധാനമായിട്ടും അതിനെപ്പറ്റി പറയാനുള്ളത്? അതിനു മുമ്പ് ഹാപ്പി ബർത്ത്ഡേ ടു മമ്മൂക്ക. മമ്മൂക്കേനെ എൻ്റെ മനസ്സിലാണ് ഓർക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. മമ്മൂക്കയ്ക്ക് ജന്മദിനാശംസകൾ. ദൈവം എല്ലാവിധ ആയുസാരോഗ്യവും നൽകട്ടെ. പിന്നെ CBI എന്ന് വെച്ചാൽ CBIയുടെ നേരറിയാൻ CBI, സേതുരാമയ്യർ CBI, അവസാനം CBI 5 ദ ബ്രെയിൻ അതുവരെ എത്തി നിൽക്കുകയാണ്. അത് പിന്നെ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പിന്നെ റീ റെക്കോർഡിങ്ങും സിനിമയും ഒക്കെ എല്ലാവർക്കും മലയാളികളുടെ മനസ്സിൽ അങ്ങോട്ട് സ്ഥാപിച്ചെടുത്ത, മനസ്സിൽ എന്നും കിടക്കുന്ന ഒരു സിനിമയാണത്. CBI സീരീസ് എന്ന് പറയുന്ന സിനിമകൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ സീരീസും 5 സീരീസിലൊന്നും 5 സീരീസും വിജയമായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമ എന്നും മലയാളിയുടെ മനസ്സിൽ നിൽക്കും. സാർ, ഈ അതിന് മുമ്പുള്ള മമ്മൂക്കയുടെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും അത് സാറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചിത്രങ്ങളുണ്ട്, നിർമ്മിച്ച സിനിമകളുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രോത്തിൽ അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം ഒക്കെ? 40 വർഷത്തെ സ്നേഹബന്ധമാണ് ഞാനും കൈയും തമ്മിലുള്ളത്. എൻ്റെ ആദ്യത്തെ സിനിമ പൂവിന് പുതിയ പൂന്തന്നൽ. അന്നാണ് 1986 സെപ്റ്റംബർ 12, ഒരു സെപ്റ്റംബർ 12 അത് ഇറങ്ങുന്നത്. അടുത്ത കൊല്ലം സെപ്റ്റംബർ 12 വന്നു മണിമുത്തൂർ ആയിരം ശിവരാത്രികൾ. പിന്നെ പപ്പയുടെ സന്താപൂസ്, അങ്ങനെ നേരെ CBI ഒരുപാട് സിനിമകൾ, നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നീർത്ത്. അത് ഇത്രയധികം സിനിമയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഭയങ്കര റെയർ ആയിരിക്കും. സിനിമ അദ്ദേഹത്തിന് തൊഴിലില്ല, അതിനെ കരിയർ അദ്ദേഹം പഠിച്ച. അല്ലാത്ത മറ്റെന്ത് കാര്യമായാലും ശരി, എന്ത് കാര്യം, ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ബഹിരാകാശ കാര്യങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്ത് വിവരമായിട്ട് അതിനെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടാവും, ഒരു തീരുമാനങ്ങളുണ്ടാവും, അതിനെപ്പറ്റി വ്യക്തമായ ഒരു അറിവുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. എങ്ങനെയുണ്ട് ഈ ആരോഗ്യസ്ഥിതി, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പല പ്രാവശ്യവും മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹാപ്പിയാണ്. രോഗമെല്ലാം പരിപൂർണമായിട്ടും ഭേദമായി. ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്തിട്ടൊന്ന് വരണം, അതിലേക്കുള്ളൂ. വേറെ യാതൊരു ഇതുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം നിരവധി സിനിമകൾ, പല പ്രമുഖ താരങ്ങളുടെ വളർച്ചയിൽ, അവരുടെ പ്രധാനപ്പെട്ട സിനിമകളുടെ ഒക്കെയും കൂടെ ചേർന്ന് പോയിട്ടുള്ള മനുഷ്യനാണ്. മമ്മൂക്കയുമായിട്ടുള്ള സ്നേഹബന്ധം അത്തരത്തിലാണ് അദ്ദേഹം ഓർത്തെടുക്കുക കൂടി ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.